നമസ്തേ. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ആത്മീയതയുടെ മഹാസംഗമത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വർഷം തോറും സംഘടിപ്പിച്ചു വരുന്ന ശ്രീനാരായണ ദർശനോത്സവം 2026 ഈ വർഷം ഏപ്രിൽ 30 നടക്കുന്ന ഭക്തി നിർഭരമായ കൊടിമര ഘോഷയാത്രയോടെ ആരംഭിച്ച് മെയ് 1, 2, 3 തീയതികളിൽ ഭംഗിയായി അരങ്ങേറുകയാണ്. ആത്മീയതയും സാമൂഹിക ദർശനവും ഒരുമിച്ച് കൈമാറുന്ന ഈ മഹോത്സവം വീണ്ടും ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഒരുങ്ങുകയാണ്. നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണമാണ് ഈ വർഷത്തെ ദർശനോത്സവ വേദി. ഗുരുദേവനായ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഉത്സവത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിശാബോധം നഷ്ടപ്പെടുന്ന യുവതലമുറയെ വിദ്യാഭ്യാസത്തിലൂടെ നേർവഴിയിലേക്ക് നയിക്കാനും ഗുരുദേവ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ഒരു പുതുതലമുറയെ വളർത്തിയെടുക്കാനുമാണ് ഈ ആത്മീയ സംഗമം ലക്ഷ്യമിടുന്നത്. ശ്രീനാരായണ ദർശനോത്സവം 2026 ഈ മാസം ഏപ്രിൽ 30, മെയ് 1, 2, 3 തീയതികളിലായി പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ശ്രീനാരായണ ദർശനോത്സവം നടത്തപ്പെടുകയാണ്. ഏപ്രിൽ 30 വൈകിട്ട് 3 മണിക്ക് വിവിധ ശാഖായോഗങ്ങളിൽ നിന്ന് കൊടിയും കൊടിക്കയറും കൊടിമരവും പറവൂർ SNDP യൂണിയന്റെ ആസ്ഥാന മന്ദിരത്തിലെത്തുകയും ഇവിടെ നിന്ന് വിഗ്രഹ ഘോഷയാത്രയായി SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുകയും അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് ഏപ്രിൽ 30 തീയതി നടക്കുന്നത്. മെയ് 1 തീയതി രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന പരിപാടി ശിവഗിരിക്കുന്നിൽ നടക്കുന്ന വിവിധ പൂജകൾ അപ്പാടെ അനുവർത്തിച്ചുകൊണ്ട് വൈകുന്നേരം വരെ പൂജാതി കർമ്മങ്ങളും അതോടൊപ്പം തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണ പരമ്പരകളും നടക്കുന്നു. ഉദ്ഘാടന സമ്മേളനം ഏറെ ബഹുമാന്യനായ SNDP യോഗത്തിൻ്റെ സമാരാധനായ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യുന്നു. 2ാം ദിവസം SNDP യോഗം പ്രസിഡന്റ് MN സോമൻ അവർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി SNDP യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി അരയിക്കണ്ടി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ധന്യമാക്കുന്നു. അന്നേ ദിവസം ശിവഗിരിക്കുന്നിൽ നടക്കുന്ന പൂജകളെ അനുവർത്തിക്കുന്നതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ രചിച്ച ഹോമമന്ത്രത്തിൻ്റെ 100 വർഷം തികയുന്ന വേളയിൽ ആ ഹോമമന്ത്രത്തിൻ്റെ അർച്ചന, സമൂഹ ഹോമമന്ത്രാർച്ചന നടക്കുന്നു. അവിടെ കടന്നു വരുന്ന മുഴുവൻ ശ്രീനാരായണീയ ഭക്തർക്കും ആ ഹോമമന്ത്രാർച്ചനയിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. 3ാം ദിവസം രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന പരിപാടി അതിൻ്റെ സമാപന സമ്മേളനം SNDP യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ആ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്ഥാപകനായ ഡോക്ടർ PR ശാസ്ത്രി അവരുടെ 6.5 അടി പൊക്കമുള്ള വെങ്കലത്തിൽ തീർത്ത പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു. ഗുരുനിയോഗമെന്നോണം PR ശാസ്ത്രി വിഭാവനം ചെയ്ത SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 90 വർഷം തികയുന്ന നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കൂടി ആ വേദിയിൽ നടക്കുകയാണ്. ഏറെ പ്രിയങ്കരായ ശാഖാ ഭാരവാഹികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഈ 3 ദിവസവും അരങ്ങേറുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ ഇന്ന് ഏറ്റവും കേരളക്കരയാകെ വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സാരംഗി ഭജൻസിൻ്റെ ഭജൻസോടു കൂടിയാണ് ഈ വർഷത്തെ ശ്രീനാരായണ ദർശനോത്സവം 2026 സമാപിക്കുന്നത്. ഈ ദർശനോത്സവത്തിലോട്ട് ഏറെ ഗുരുഭക്തിയോടെ ഏറെ പ്രിയങ്കരായ ശ്രീനാരായണീയരെ ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഏപ്രിൽ 25 പന്തൽ കാൽനാട്ടു കർമ്മവും പീതാംബര ദീക്ഷയും നടത്തി ഉത്സവത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചു. ഏപ്രിൽ 30 കൊടിമര ഘോഷയാത്ര നടക്കുക. വിവിധ ശാഖകളിൽ നിന്നായി എത്തുന്ന കൊടിമരം, കൊടി, കൊടിക്കയർ എന്നിവ യൂണിയൻ ഓഫീസിന് മുന്നിൽ ഒന്നിച്ചുകൂടും. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നഗരത്തിലൂടെ ഭക്തി നിർഭരമായ രഥഘോഷയാത്ര നടക്കും. യൂണിയൻ ഭാരവാഹികളും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം, ബാലജനയോഗം തുടങ്ങി വിവിധ പോഷക സംഘടനകളും
പങ്കുചേരുന്ന ഈ ഘോഷയാത്ര നന്ദിയാട്ടുകുന്നം SNV സ്കൂളിൽ സമാപിക്കും. തുടർന്ന് ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയും കൊടിയേറ്റവും നടക്കും. മെയ് 1 ഉത്സവത്തിന്റെ ആദ്യ ദിനം. ഗണപതി ഹോമം, ഗുരുപൂജ, കുടുംബ ഐശ്വര്യ പൂജ എന്നിവയോടെ ദിനാചരണം ആരംഭിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഗുരുസ്മരണയും നടക്കും. കലാപരിപാടികളും ഭക്തിസാന്ദ്രമായ പൂജകളും ദിനം സമ്പന്നമാക്കും. മെയ് 2 ആത്മീയ പ്രഭാഷണ ദിനം. SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന രണ്ടാം ദിനം ആത്മീയ ചിന്തകളാൽ സമ്പുഷ്ടമാകും. ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളുടെ പ്രഭാഷണം പ്രധാന ആകർഷണമായി മാറും. സമൂഹ ഹോമവും കലാപരിപാടികളും ദിനത്തിന്റെ ഭാഗമാകും. മെയ് 3 സമാപന ദിനം. മൂന്നാം ദിവസം ദർശനോത്സവം സമാപന സമ്മേളനത്തോടെയാണ് ഉത്സവം അവസാനിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കുന്ന പ്രധാന ചടങ്ങ് ശ്രീമദ് PR ശാസ്ത്രി സാറിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനമാണ്. സാമൂഹിക നവോത്ഥാനത്തിന്റെ പ്രതീകമായ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിച്ച് ഭക്തിയുടെയും ബോധവൽക്കരണത്തിന്റെയും ഒരു വേദിയായി മാറുകയാണ് ഈ ദർശനോത്സവം. സോപാന സംഗീതാർച്ചനയും ഭജന സംഗീതവും കൊണ്ട് ആത്മീയ നിറവിൽ അവസാനിക്കുന്ന ഈ മഹോത്സവം ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ഒന്നിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ വലിയ വേദിയായി മാറും. ആത്മീയതയും സാമൂഹിക ബോധവും ഒന്നിച്ചു കൈമാറുന്ന പറവൂർ SNDP യൂണിയന്റെ ശ്രീനാരായണ ദർശനോത്സവം ഈ വർഷവും ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മീയ പ്രകാശം നിറയ്ക്കും. ഗുരുദേവന്റെ സന്ദേശങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ശ്രീനാരായണ ദർശനോത്സവം അതിന്റെ പ്രചരണ വേദിയുമാണ്. ഇത് ഒരു ഉത്സവമല്ല, ഒരു ആത്മീയ പ്രബോധനമാണ്. സമൂഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന മഹാസംഗമം.